ആവറേജ് സിനിമയുടെ ഞാൻ പിന്നെ പ്രത്യേകിച്ച് കാണാൻ വന്ന മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ബീനാചന്ദ്രൻ്റെ പ്രകടനം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. കാരണം മലയാളത്തിലെ ഒരു ലെജൻഡറി ആക്ട്രസ് ഉർവശിക്കൊപ്പം മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയതാണ്. അപ്പോൾ അവർ അത്രയും നല്ല പെർഫോമൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയില്ല. പക്ഷേ കണ്ടപ്പോൾ മനസ്സിലായി എന്തായാലും തീർച്ചയായിട്ടും അവർക്കൊരു സ്റ്റേറ്റ് അവാർഡ് കൊടുക്കേണ്ട പെർഫോമൻസ് ഉണ്ട്. കാരണം 1.5 മണിക്കൂറുള്ള സിനിമ, അതിൽ ഒരു 1.25 മണിക്കൂറും ഇവരുടെ ആ ഒരു അഭിനയത്തിൻ്റെ ഇതുകൊണ്ട് പോകുന്ന സിനിമയാണ്. അത്രയ്ക്ക് നല്ലൊരു ശക്തമായിട്ടുള്ളൊരു കഥാപാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഡിവോഴ്സ്ഡായ 2 വിവാഹം കഴിച്ച് 2 വിവാഹമോചനം ആയ 2 ഭർത്താക്കന്മാരിൽ 2 കുട്ടികളുള്ള ഒരു സ്ത്രീയുടെ കാശൊന്നുമില്ലാത്ത അവരുടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങളും അതിനിടയിൽ അവർക്കൊരു രോഗം ട്യൂമർ വരുന്നത്, പിന്നെ അതിന് ചികിത്സിക്കാൻ പോലും അവർക്ക് കാശില്ല. അപ്പോഴാണ് അവരറിയുന്നത് ജയിലിൽ കയറിയ ജയിൽ പുള്ളികൾക്ക് അവരുടെ ഫ്രീ ആയിട്ട് ചികിത്സ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവരതിന് വേണ്ടിയിട്ട് ജയിലിൽ കയറാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ നടത്താൻ വേണ്ടി അപ്പം ചിലതൊക്കെ പാളിപ്പോവും. അവസാനം സിനിമ തീരുന്നത് അവർ ജയിൽ പുള്ളിയായിട്ട് ജയിലിൽ കയറുന്നത് സിനിമ ഉണ്ടാകും. പിന്നെ ഇതിൽ മുഴുവൻ അവരുൾപ്പെടെ എല്ലാവരും പുതുമുഖങ്ങളാണ്. പിന്നെ ഒന്നും ഒരിക്കലും അവർ ആക്ടിങ് ചെയ്യുകയാണെന്നൊന്നും തോന്നുന്നില്ല. എല്ലാവരും ഒരുപാട് കുറേ പേരുണ്ട് ഒരു നല്ല പ്രാധാന്യമുള്ള കഥാപാത്രം കൊടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്യും. അപ്പോൾ നടക്കുന്ന നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അതിൽ ചിലതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലൊക്കെ മിക്കവാറും പേരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ സിനിമ. പച്ചയായിട്ടുള്ള ഒരു സിനിമ അത് തന്നെയാണ് ഈ കാണിച്ചേക്കുന്നത്. അതിൽ കാണിക്കുന്ന ഒന്നും നടക്കാത്ത സംഭവങ്ങളൊന്നും ഇതിൽ കാണിക്കുന്നില്ല. പിന്നെ അഭിനേതാക്കൾ എല്ലാവരും ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അവരെല്ലാം അവരുടെ റോളും വളരെ ഭംഗിയായിട്ട് ചെയ്തത്.